الواحد الأحد الملك العلام، نحمده حمد الشاكرين ونستعينه استعانة العابدين ونستغفره استغفار المذنبين ونعوذ به من شرور النفوس ومن تقصير القلوب حين تدوس. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله شهادة تنجي قائلها يوم يلقاه. اللهم صل وسلم سلاما تاما على نبيك المصطفى خير من تكلم وقام مبلغا، محمد المبعوث بالهدى والداعي إلى سبيل الرشد إذا بدا، وعلى آله وأصحابه الأخيار ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الإخوة المؤمنون والمؤمنات، أوصيكم وإياي بتقوى الله والتمسك بشريعة الله والاعتصام بحبل الله والعمل بما جاء نبي محمد صلى الله عليه وسلم. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العظيم. സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന ഏറെ സ്നേഹത്തോടെ ആകാംക്ഷയോടെ വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ അധികാരം കൈയാളുന്നവനാണ് അല്ലാഹു എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടിയുള്ള ജീവിതത്തിലാണ് തഖ്വയുടെ ജീവിതം എന്ന് പറയുന്നത്. മുത്തഖീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പരസ്പരം പുതുവർഷങ്ങൾ ആശംസിച്ച് ചിലരെങ്കിലും അത് ആഘോഷിച്ച് പുതിയ ഒരു വർഷത്തെ വരവേറ്റുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു വർഷം അവസാനിക്കുന്നു, അതല്ലെങ്കിൽ പുതിയൊരു വർഷം ആരംഭിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആയുസ് ലഘൂകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാം, കളിക്കളത്തിൽ കളിക്കാർ കളിയിലേർപ്പെടുമ്പോൾ സമയത്തെക്കുറിച്ചവർ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാണ്. ഇടവേളയിലെത്തുമ്പോൾ ഇനി പാതി സമയമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ എന്നത് കളിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിൽ നിന്ന് ആയുസ്സിന്റെ ദൈർഘ്യം കുറയുകയാണ് എന്ന യാഥാർത്ഥ്യം
വർഷം തികയുമ്പോൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ നമ്മൾ മറിച്ചു നോക്കുന്നു. ഇങ്ങനെ തുടങ്ങി കാലവും സമയവും കണക്കായിട്ടാണ് നാം എന്തൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം നിരന്തരം നമ്മൾ അറിയുന്ന കാര്യമാണ്. ഇതാ മനുഷ്യൻ, എനിക്ക് അനുവദിക്കപ്പെട്ട സമയം കുറഞ്ഞു വരിക, ജാഗ്രതായിരിക്കുക. നാളെയുള്ള ജീവിതത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി എന്ത് കരുതി വെച്ചു എന്നുള്ളത് ആ സന്ദർഭത്തിലെല്ലാം നമ്മോട് അതിശക്തമായി നാം ചോദിക്കേണ്ടുന്ന സന്ദർഭം കൂടിയാണ്. അല്ലാഹു നമ്മോട് ചോദിക്കുന്നത്, അതിശക്തമായ ഭാഷയിൽ തന്നെ ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഓരോരുത്തരും പരിശോധിക്കട്ടെ. വത്തഖുല്ലാഹ്, അല്ലാഹുവിൽ തഖ്വയുള്ളവരാവുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തു വെക്കുന്നതിനെ കുറിച്ചെല്ലാം സൂക്ഷ്മമായി പരിജ്ഞാനമുള്ളവരാണ് അല്ലാഹ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് അങ്ങനെ ഒരു പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. ഇത് വർഷം പൂർത്തിയാക്കുമ്പോൾ നടത്തേണ്ടതല്ല, ഓരോ ദിവസവും നാം നടത്തേണ്ടതാണ്. കാരണം ഓരോ മനുഷ്യനും ജീവിക്കുന്നത്, ഓരോ മിനിറ്റിലും ജീവിക്കുന്നത്, ഓരോ സമയത്തും ജീവിക്കുന്നത് കൗണ്ട് ഡൗണിലാണ്. കുറഞ്ഞിരിക്കുന്നു, കുറഞ്ഞു വരുന്നു. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കുറഞ്ഞിരിക്കുന്നു എന്ന് കൗണ്ട് ഡൗൺ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സമയവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. പക്ഷെ അതേസമയം നമുക്ക് അനുവദിക്കപ്പെട്ട സമയം എത്രയാണ് എന്ന് നമുക്ക് അറിയുകയുമില്ല. എത്രയാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം എന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, നാം എപ്പോഴും കൗണ്ട് ഡൗണിലാണുള്ളത്. സമയം കുറഞ്ഞു വരികയാണ്, നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം കുറഞ്ഞു വരികയാണ്. അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരം അല്ലാഹുവിന്റെ പക്കലാണ്. അവനാണ് മഴ വർഷിപ്പിക്കുന്നത്. ഗർഭാശയത്തിനുള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവരും അവൻ മാത്രമാണ്. എനിക്ക് നാളെ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് ഒരാളും അറിയില്ല. ഏത് ഭൂമിയിലാണ്, ഏത് മണ്ണിലാണ് തന്റെ ജീവിതം അവസാനിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു നഫ്സിനും അറിയില്ല. എന്നാൽ അതിനെ കുറിച്ചൊക്കെ അറിയുന്നവൻ അപ്പൊ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം എത്രയെന്ന് അറിയാതെ ഈ ഭൂമിയിൽ ജീവിതത്തിന്റെ തിരക്കുകളിൽ നാം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ നാളേക്ക് വേണ്ടി, യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്ത് മുന്നൊരുക്കം നടത്തി എന്ന പരിശോധന വളരെ പ്രധാനമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന ബൈന മഖാഫതൈൻ, രണ്ട് ഭയപ്പാടുകൾക്കിടയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്, ഒരു വിശ്വാസി ജീവിക്കുന്നത്. ഒന്ന് അവന്റെ തീർന്നുപോയിരിക്കുന്ന കാലാവധിയെ കുറിച്ചുള്ള ഭയപ്പാടാണ്. തീർന്നുപോയിരിക്കുന്ന കാലാവധി, എന്റെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു, ആ കാലത്തെ കുറിച്ചുള്ള ഭയപ്പാട്. എന്താണ് ഭയപ്പാട്? എന്റെ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൽ അല്ലാഹു എന്താണ് എനിക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയില്ല. രണ്ടാമത്തെ ഭയം അവശേഷിക്കുന്ന കാലത്തെ കുറിച്ചുള്ള ഭയപ്പാടാണ്. വരാനിരിക്കുന്ന തന്റെ ആയുസ്സിൽ എനിക്ക് അവശേഷിച്ചിരിക്കുന്ന ഒരു കാലത്തേക്ക് അല്ലാഹു എന്താണ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നതും എനിക്കറിയില്ല. ഈ
ഈ രണ്ട് ഭയപ്പാടുകൾക്കിടയിലാണ് മനുഷ്യൻ വിശ്വാസി ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത് വിശ്വാസി അള്ളാഹുവിന്റെ ദാസൻ തന്റെ നഫ്സിൽ നിന്ന് തന്റെ നഫ്സിന് വേണ്ടി തന്നെ ഒരുങ്ങട്ടെ. തനിക്ക് അവശേഷിച്ചിരിക്കുന്ന, തന്നിൽ അർപ്പിതമായിരിക്കുന്ന, തന്നിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന സകല കഴിവുകളും തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കട്ടെ. അവന്റെ ദുനിയാവിൽ നിന്ന് അവൻ ആഖിറത്തിന് വേണ്ടി അവൻ സ്വീകരിക്കട്ടെ. അവന്റെ യുവത്വത്തിൽ അവൻ തയ്യാറെടുക്കട്ടെ. വയസ്സാവുന്നതിന് മുമ്പ് ജീവിതം, മരണം എത്തുന്നതിന് മുമ്പ് അവന് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് അവൻ ഉരുങ്ങട്ടെ. മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവരെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, മരണത്തിന് ശേഷം നിങ്ങൾക്ക് പിന്നെ പണിയെടുക്കാൻ സമയമില്ല, പരിശ്രമിക്കാൻ സന്ദർഭമില്ല. ഈ ദുനിയാവിന് ശേഷം മറ്റൊരു അഭയകേന്ദ്രമില്ല. സ്വർഗം അല്ലെങ്കിൽ നരകമല്ലാതെ, സ്വർഗമോ നരകമോ അല്ലാതെ മറ്റൊരു അഭയകേന്ദ്രവും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടവനാണ് വിശ്വാസി എന്നതാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ സമയവും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് നൽകപ്പെടുന്നത് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറബി കവി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഓരോ ഹൃദയമിടിപ്പും അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ ജീവിതം എന്ന് പറയുന്നത് മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ് എന്ന്. ഈ ഒരു പുതുവർഷത്തിൽ നാം എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് പ്രധാനമാണ്. നമ്മുടെ ആയുഷിന്റെ കണക്ക് പുസ്തകത്തെ കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അടുത്ത നിമിഷം മരണത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. വിവേകശാലിയായ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ അല്ല പരിശ്രമശാലിയായ കച്ചവടക്കാരനെ പോലെയാണ്. കച്ചവടക്കാരൻ അവന്റെ കച്ചവടത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഓരോ ദിവസവും കണക്കെടുപ്പ് നടത്തുന്നു. വരാനുള്ളത്, പോവാനുള്ളത്, കടമായി കിട്ടാനുള്ളത്, അങ്ങോട്ട് കൊടുക്കാനുള്ളത്. അങ്ങനെ കണക്ക് പുസ്തകങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയും പരിശോധിച്ചും വരവും ചെലവും കൃത്യപ്പെടുത്തിയും ലാഭനഷ്ടങ്ങളെ കുറിച്ച് മനോഹരമായി കണക്കുകൂട്ടിയും ഒക്കെയാണ് പരിശ്രമശാലിയായ വിജയിയായ ഒരു കച്ചവടക്കാരൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കച്ചവടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള കച്ചവടക്കാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ് തൻ്റെ ജീവിതത്തെ അവൻ സമീപിക്കേണ്ടത്. ജീവിതത്തിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് അവസാന സമയം കണക്കുകൂട്ടിയിട്ട് കാര്യമില്ല. അവസാന സമയത്തെ വിലാപത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ ധാരാളമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഓരോ സന്ദർഭത്തിലും ഈ കണക്കെടുപ്പുകൾ, ആയുസ്സിന്റെ കണക്കെടുപ്പുകൾ, തീർന്നുകൊണ്ടിരിക്കുന്ന ആയുസ്സിനെ കുറിച്ചുള്ള വീണ്ടും വിചാരങ്ങൾ നിരന്തരമായി നടത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ദുനിയാവിൽ മുന്നോട്ടിങ്ങനെ നിങ്ങളെ പിന്നിലാക്കിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പരലോകമാവട്ടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് പിന്നിലേക്കും ആഖിറത്ത് നമ്മുടെ മുന്നിലേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രണ്ടെണ്ണത്തിനും അതിൻ്റെതായ സന്തതികളുണ്ട്. ദുനിയാവിന്റെ മക്കളുണ്ട്, ആഖിറത്ത്
ആഖിറത്തിന്റെ മക്കളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത്. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രവർത്തിക്കാനുള്ളതാണ്. ദുനിയാവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ളതാണ്. ഇവിടെ കണക്കെടുപ്പില്ല, വിചാരണയില്ല, പ്രതിഫലമില്ല. വിചാരണയുടെ നാം വരാനിരിക്കുന്നല്ലോ. ആഖിറത്ത് എന്ന് പറയുന്നത് വിചാരണയുടെ നാളാണ്. അന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അന്ത്യനാൾ എന്ന് പറയുന്നത്, അന്ത്യനിമിഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. അന്ന് പ്രവർത്തനങ്ങൾക്ക് യാതൊരു സ്കോപ്പുമില്ലാത്ത, യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദുനിയവിയായി പടച്ചതമ്പുരാൻ നൽകിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ കുറിച്ച് കണക്കെടുപ്പുകൾ നടത്തി, പരിശോധനകൾ നടത്തി, വരാനിരിക്കുന്ന യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയിട്ട് അഥവാ ആഖിറത്തിന് വേണ്ടി അങ്ങേയറ്റം ഒരുങ്ങണം എന്നതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു വാചകത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്. നമുക്ക് ലാഭം കൊയ്യണം, ആഖിറത്തിലേക്കുള്ള ലാഭം. അതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പടച്ചതമ്പുരാൻ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ലാഭം നേടിയെടുക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള മൂലധനം എന്താണ്, ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആയുസ്സാണ്. അതിന് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തെക്കുറിച്ചാണ് ഈ പുതുവർഷ പുലരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ കയ്യിൽ വന്നുചേരുന്ന സമ്പത്ത് എത്ര സൂക്ഷ്മമായിട്ടാണ് ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നത്. വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നു. കാരണം നമുക്കറിയാം, ആ സമ്പത്ത് അനാവശ്യമായി ചെലവഴിച്ചാൽ, കൈകാര്യം ചെയ്താൽ അത് നമ്മളെ തിരിഞ്ഞു കൊത്തുമെന്ന്, നമുക്ക് അപകടം ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, അതിനേക്കാൾ സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ സമയം, നമ്മുടെ ആയുസ്. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ ആയിരിക്കണം എന്നതാണ് വിനീതമായി ഓർമ്മപ്പെടുത്താറുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂര്യാസ്തമയത്തിന്റെ സന്ദർഭത്തിൽ പറയാനുള്ള വചനം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയും, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഖറബത് ശംസു. സൂര്യാസ്തമയം കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സങ്കടം, അത്രത്തോളം എനിക്ക് ഖേദം, സങ്കടം മറ്റൊരു സന്ദർഭത്തിലും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു സങ്കടത്തിന്റെ കാരണം? സൂര്യാസ്തമയം കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, എൻ്റെ ആയുസ്, എൻ്റെ അവധി ഇതാ ഒരു ദിനം കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ആയുസ്സിൽ നിന്നൊരു ദിനം കുറയുമ്പോൾ എൻ്റെ ആയുസ്സിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന, അതിനെ പ്രശോഭിതമാക്കുന്ന ഒരു അമല് നന്നായി എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നതാണ് എൻ്റെ ഖേദത്തിന്റെ കാരണം എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം, നമ്മുടെ സമയം എങ്ങനെയാണ് നാം ചെലവഴിക്കുന്നത് എന്നതിനെ കുറിച്ച്. നമ്മുടെ കർമ്മപുസ്തകത്തെ ശക്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? പരലോകത്ത് അല്ലാഹുവിന്റെ വിചാരണയെ എളുപ്പത്തിൽ അതിനെ ലഘൂകരിച്ച് കിട്ടാൻ സാധിക്കുമാറുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ കർമ്മപുസ്തകത്തെ ധന്യമാക്കുന്നുണ്ടോ എന്നത് നിരന്തരമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ആയുസ് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്ത് കാര്യമില്ല. അപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഈ സന്ദർഭങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയൊരു സമയം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നതാണ്. ഒരു സന്ദർഭത്തിൽ പറയുന്നത്, വൈകുന്നേരമായാൽ പിന്നെ നേരം വെളുക്കുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നേരം വെളുക്കുമ്പോ നീ ഇനിയും വൈകുന്നേരമാകും, വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് നിനക്ക് കിട്ടിയ സമയം, ആരോഗ്യമുള്ള സമയം, അത് നീ ഉപയോഗിക്കുക. നിന്റെ രോഗാവസ്ഥ നിനക്ക് വന്നു ചേരുന്നതിന് മുമ്പ്
ഇപ്പൊ നീ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ നിനക്ക് കിട്ടിയിരിക്കുന്ന സമയം നീ ഉപയോഗിക്കുക. ഖബല മൗതിക്, നിന്റെ മരണത്തിന് മുമ്പ്. ഇതാണ് നമ്മുടെ പോളിസിയായിട്ട് നമ്മൾ മാറ്റേണ്ടത്. നമുക്ക് ഇനിയും സമയം വരാനുണ്ട്, ഇനിയും ദീർഘമായ ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്ന വിചാരത്തോടുകൂടിയല്ല, ഇതാ തീർന്നുകൊണ്ടിരിക്കുന്നു തന്റെ ആയുസ് എന്ന വിചാരത്തോടു കൂടിയാണ് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. പുതിയ വർഷം പ്രതീക്ഷയുടെ വർഷമാണ്. ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നമ്മുടെ ബാധ്യതകളെക്കുറിച്ച് നമുക്ക് ധാരാളമായി ചിന്തിക്കാനും ധാരാളമായി തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ട്. ഒട്ടനവധി പ്രതിസന്ധികളും കൂടെയുണ്ട്. ആ പ്രതിസന്ധികളിൽ തളർന്നു പോവുകയല്ല, ആ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി പ്രതീക്ഷയുടെ ഒരു പ്രഭാതത്തിന് വേണ്ടിയിട്ടാണ് മുന്നേറുന്നത് എന്ന ബോധ്യത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നാം ഒരു സമുദായത്തിന്റെ ഭാഗമാണ്, ഒരു ഉമ്മത്തിന്റെ ഭാഗമാണ്. ഉമ്മത്ത് എന്തുമാത്രം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. അന്യവൽക്കരണത്തിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, വംശീയമായ ഭീഷണികളുടെ ഉന്മൂലനത്തിന്റെ ഇങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളെ, വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഈ സമുദായം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഓരോ വ്യക്തിയും, നമ്മൾ ഓരോരുത്തരും നാം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല, ഒരു സമുദായത്തിന്റെ ഭാഗമാണ് എന്ന നിലക്ക് സമുദായത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ, നമുക്ക് നിർവഹിക്കാനുള്ളത് നിർവഹിക്കാൻ, അപ്പോൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ സമുദായം അതിന്റെ അഭിവൃദ്ധിയിലേക്ക് മുന്നേറുക എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സമയം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മരണക്കിടക്കയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്ത് ഏൽപ്പിച്ചുകൊണ്ട് പറയുന്ന അവസാനത്തെ വസിയ്യത്തുകളുണ്ട്. ആ വസിയ്യത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, പുതിയ ഖലീഫയെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നൊരു വസിയ്യത്തുണ്ട്. അദ്ദേഹം പറയാണ്, വഅലം അന്ന ലില്ലാഹി ഹഖ്ഖൻ ബില്ലൈൽ. നീ അറിയണം, നീ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ രാത്രിയിൽ നിർവഹിക്കേണ്ടുന്ന ചില ബാധ്യതകളുണ്ട്. അത് രാത്രി തന്നെ നിർവഹിക്കണം. ലാ യുഖ്ബിലുഹു ബിന്നഹാർ, ലാ യഖ്ബലുഹു ബിന്നഹാർ. അത് പകൽ ചെയ്താൽ മാത്രം സ്വീകരിക്കില്ല. വഹഖൻ ബിന്നഹാർ, പകൽ ചെയ്ത് കിട്ടേണ്ടുന്ന ചില ബാധ്യതകളുണ്ട്. വലാ യഖ്ബലുഹു ബില്ലൈൽ, അത് രാത്രി ചെയ്തുകൊണ്ട് കാര്യമുണ്ടാവില്ല. വഅന്നഹു ലാ യഖ്ബലു النافلة حتى تؤدي الفريضة. നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്നത് വരെയും സുന്നത്തായ കാര്യങ്ങൾ പലതും സ്വീകരിക്കുകയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിർവഹിക്കേണ്ടുന്ന സമയത്ത് നിർവഹിക്കാൻ, പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമുക്കാവുന്നത് ഈ ഉമ്മത്തിന് വേണ്ടി നിർവഹിക്കാൻ സാധിക്കുമ്പോഴാണ്, അതിനെ തൽപരരാകുമ്പോഴാണ്, അതിനെ ഒരുങ്ങി മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ പ്രതിസന്ധികളെ നമുക്ക് മുന്നേറാൻ, വകഞ്ഞു മാറ്റാൻ സാധിക്കുന്നത്. ഓരോരുത്തർക്കും അവന്റെ കഴിവിനാൽ നിർവഹിക്കാനുള്ളത് നിർവഹിക്കാൻ കഴിയുക, അത്തരം തീരുമാനങ്ങൾ എടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജീവിച്ചത് 54 വയസ്സ് വരെയാണ്. ഇമാം അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജീവിച്ചത് 54 വയസ്സാണ്. ഇമാം നബവിയുടെ പ്രായം മരണപ്പെടുമ്പോൾ 45 വയസ്സായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കുകയെ, ഈ കുറഞ്ഞ പ്രായത്തിൽ എന്നുമെന്നും ഓർക്കുന്ന വിലപ്പെട്ട ധാരാളം സംഭാവനകൾ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയത്. 45ഉം 54ഉം 44ഉം ഒക്കെ മാത്രം വയസ്സ് കാലം ജീവിച്ചുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുസൽമാന്മാർക്ക് അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന, അവരുടെ നാമങ്ങൾ എന്നും ഓർക്കുന്ന, അവരുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിക്കുന്ന ഒട്ടനവധി സൽകൃത്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഇവിടെ നിർവഹിക്കാനുണ്ട്. നമ്മുടെ ആരുടെയും ആയുസ്, നമുക്ക് പടച്ചതമ്പുരാൻ നൽകിയിരിക്കുന്ന ഈ ഒരു ജീവിതം, ഈ ഒരു ആയുസ് ഒന്നും തന്നെ വൃഥാവിലല്ല, വെറുതെയല്ല. നമുക്ക് നിർവഹിക്കാനുള്ള ലക്ഷ്യം എന്തെന്ന് കണ്ടെത്തി അത് നിർവഹിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ്, പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ യഥാർത്ഥ
യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടും വിധം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത്. അതിന് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുകയല്ല, സമുദായത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് ജീവിക്കുക, സമുദായത്തിന്റെ കൂടി നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒന്നും തന്നെയും നമ്മൾ ആരും തന്നെയും ഒറ്റയ്ക്ക് ജീവിച്ചു ഞാൻ എൻ്റെ കാര്യം എന്നു പറഞ്ഞ് ജീവിച്ചു പോവുകയല്ല. സമുദായത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രതിസന്ധികളെ കൂടി മുഖവിലെടുത്തുകൊണ്ട് അതുകൂടി പരിഹരിക്കുന്നതിനെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും, അതിനുവേണ്ടി പടച്ചതമ്പുരാൻ എന്തെന്നോട് പറഞ്ഞു എന്നതുകൂടി പരിശോധിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ആയുസ് വളരെ ചെറുതാണ്. നൂഹ് അലൈഹിസ്സലാമിനോട് മലക്കുൽ മൗത്ത് വന്ന് ആ റൂഹ് പിടിക്കാൻ നേരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചരിത്രഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. എങ്ങനെയാണ് ആയുഷിനെ കുറിച്ച് താങ്കൾ നോക്കിക്കാണുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോ അദ്ദേഹം പറയാണ്, നൂഹ് അലൈഹിസ്സലാം അദ്ദേഹമാണ് 1000ഓളം വർഷം ജീവിച്ച പ്രവാചകനാണ്. അപ്പൊ നൂഹ് അലൈഹിസ്സലാം പറയാണ്, ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മലക്കുൽ മൗത്തിനോട് പറയാണ്, ഞാൻ 2 വാതിലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു വാതിലൂടെ കയറി മറ്റേ വാതിലൂടെ അവസാനിക്കുന്നു. അത്ര ശുഷ്കമാണ്, അത്ര നിസ്സാരമാണ്, അത്ര ചെറുതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സമയം കളയാൻ നമുക്കില്ല, ആഘോഷത്തിൽ തിമർക്കാൻ നമുക്ക് ജീവിതമില്ല. അതിനേക്കാൾ ഗൗരവപ്പെട്ടത് ചെയ്തു തീർക്കാൻ ബാധ്യതപ്പെട്ടവർ എന്ന നിലക്ക് ജീവിതത്തെ കുറിച്ച്, ആയുഷിനെ കുറിച്ച്, നമ്മുടെ സമയത്തെ കുറിച്ച്, നമ്മുടെ ദിവസങ്ങളെ കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണമെന്ന്, പുതിയ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഈ പുതുവർഷത്തിന്റെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാവട്ടെ. ولسائر المسلمين والمسلمات بالفريضة واستغفروه إنه هو الغفور الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونصلي على سيدنا ومولانا وشفيعنا وقائدنا وقدوتنا محمد وعلى آله وأصحابه وأزواجه وذرياته وأهل بيته وبارك وسلم تسليما كثيرا. أيها الإخوة المؤمنون والمؤمنات، أوصيكم ثانيا بتقوى الله. إن الله تعالى يوصيكم به. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹുവിൽ അങ്ങേയറ്റം തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതം അല്ലാഹു തന്നതാണ്. അത് മുഴുവനായും നാം ജീവിക്കേണ്ടത് അല്ലാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ചിന്തിക്കുക, അതിനെക്കുറിച്ച് ബോധമുള്ളവരാകുക, ആ ബോധത്തോടു കൂടി ജീവിക്കുക എന്നതാണ് തഖ്വ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ ജീവിക്കാൻ, മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകൾ, പാപങ്ങൾ പുറത്തു തന്നെയാണമേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളോട് കരുണ കാണിക്കണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തന്നെയാണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, നീ ഞങ്ങളെ അറിവില്ലായ്മയുടെ പേരിൽ, അബദ്ധത്തിൽ, ഓർമ്മയില്ലാതെ ചെയ്തു പോകുന്ന തെറ്റുകളുടെ പേരിൽ നീ ഞങ്ങൾ പിടികൂടരുത് നാഥ. ഞങ്ങൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് നാഥ. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഒട്ടനവധി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ, ആശ്വാസം നൽകണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ഞങ്ങൾക്ക് മുമ്പേ നിന്റെ വിളി ഉത്തരം നൽകി നിന്നിലേക്ക് അണിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ,
അനുജന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, അങ്ങനെ പലരുമുണ്ട്. നാഥ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങൾ ഒരുമിപ്പിക്കണമേ തമ്പുരാനെ. അമ്പിയാക്കളുടെയും മുസ്ലിങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ ഞങ്ങളെയും അവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിപ്പിക്കണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഈ ലോകത്ത് നിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്നവർ ഒട്ടനവധി പ്രയാസങ്ങളെ, വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ ദീനും നിന്റെ ഉമ്മത്തും അങ്ങേയറ്റം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. റഹ്മാനായ നാഥ, ആ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റാനുള്ള ശേഷി, കരുത്ത്, ശക്തി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, നിന്റെ ദീനിനെതിരെ, നിന്റെ ഉമ്മത്തിനെതിരെ ശത്രുക്കൾ എയ്തുകൊണ്ടിരിക്കുന്ന സകല കുതന്ത്രങ്ങളുടെയും മുനയൊടിച്ചു പറയണമേ നാഥ. അല്ലാഹുവേ, അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീതിയുക്തരായ ഭരണാധികാരിമാരുടെ കയ്യിൽ ഞങ്ങളുടെ അധികാരം നീ ഏൽപ്പിക്കണമേ തമ്പുരാനെ. ഈ രാജ്യത്ത് നിർഭയത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നീ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الفسق والفاسقين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على رسوله سيدنا محمد والحمد لله رب العالمين.